ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 112-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഒരു നീതിമാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നേരുള്ളവനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യമാണല്ലോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നാം കൊമ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒരു നീതിമാനോടുള്ള ബന്ധത്തിൽ അധികാരത്തെ അത് കാണിക്കുന്നത്. അപ്പോൾ തന്നെ 22-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യത്തിൽ അവിടെ നമ്മുടെ അരിമനാഥനായ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് നീ എനിക്ക് ഉത്തരമരുളയണമേ എന്ന് അരിമനാഥൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാട്ടുപോത്ത് അത് വലിപ്പവും ബലവുമുള്ള ജീവിയാണ്, വന്യവും ക്രൂരതയുമുള്ള മൃഗമാണ്. ശക്തിയുള്ള ഇരട്ട കൊമ്പ്, ആരെയും തകർക്കുവാൻ കഴിവുള്ള ശക്തി ആ കൊമ്പിനുണ്ട്. ഈ സങ്കീർത്തനത്തിൽ സാത്താന്റെ അനേക ഭീകര മുഖങ്ങളാണ് ആ 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാളകൾ, ബാശാൻ കൂറ്റന്മാർ, സിംഹം, നായ്ക്കൾ, അതേപോലെ അനേക ഭീകര മൃഗങ്ങളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ മൃഗങ്ങളെല്ലാം നമ്മുടെ അരിമനാഥനോട് ഇടപെട്ട് പൊരുതിയ ഓരോ അനുഭവങ്ങളെ കാണിക്കുന്നതാണ്. പീലാത്തോസ്, ഹന്നാവ്, ഹെരോദാവ്, കയ്യഫാവ്, സെന്നിദ്രീൻ സംഘം, യഹൂദന്മാർ, റോമാക്കാർ, മറ്റ് മനുഷ്യർ, ഇവരെല്ലാം അരിമനാഥനോട് പോരാടി ക്രൂശിന് ഏൽപ്പിക്കുവാനായിട്ട് ഇടയായത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്ന്, കൊമ്പ് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അവന്റെ ആ അധികാരത്തെ അല്ലെങ്കിൽ അവന്റെ ശുശ്രൂഷയെ ഒക്കെ അത് കാണിക്കുമ്പോൾ, മറുഭാഗത്ത് അത് ചില കാട്ടുപോത്തിന്റെ കൊമ്പ് ചില പരിശോധനകളോടുള്ള ബന്ധത്തിലും നമുക്ക് കാണാവുന്നതാണല്ലോ. 18-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ അവിടെ പാടുന്നത് ഹോവ എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു എന്നാണ്. അതേപോലെ യേശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ യേശു കർത്താവിനോടുള്ള പ്രവചനമായിട്ട് പഴയ നിയമത്തിലെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും എന്നുള്ള പ്രവചനം യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇങ്ങനെ റോമൻ ഭരണകൂടം മുഴുവൻ, യഹൂദ ഭരണകൂടം മുഴുവനും, അതേപോലെ ഹന്നാവ്, ഹെരോദാവ്, കയ്യഫാവ് തുടങ്ങിയ, അതേപോലെ പീലാത്തോസ്, ഇവരെല്ലാം തനിക്കെതിരായി എത്രത്തോളം കൊമ്പുയർത്തിയോ ആ കൊമ്പിനെയെല്ലാം തകർത്തുകൊണ്ട് അരിമനാഥൻ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് ഇടയായ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണല്ലോ. അതേ പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിലും പല വിധത്തിൽ ഈ ദുഷ്ട പൈശാചിക ശക്തികൾ അവനെ ഒതുക്കുവാനായിട്ട്, ഒരു നീതിമാനെ ഒതുക്കുവാൻ, ഒരു വിശ്വാസിയെ ഒതുക്കുവാൻ അവന്റെ അക്ഷീണ പരിശ്രമം, നരകത്തിലെ സകല ശക്തികളും അവൻ ഉപയോഗിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ, ബാശാൻ കൂറ്റന്മാരുടെ കൊമ്പ് പോലെ ഒരു ദൈവ പൈതലിനെതിരെ പൈശാചികൻ എപ്പോഴും അവന്റെ അസ്ത്രങ്ങൾ എയ്തുവിടും, അവനെ കുത്തി വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ രോഗങ്ങളിൽ കൂടെ ആയിരിക്കാം, മറ്റ് ബന്ധനങ്ങളിൽ കൂടെ ആയിരിക്കാം,
മറ്റ് പരിശോധനകളിൽ കൂടിയായിരിക്കാം, ഒരുപക്ഷെ അവന്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന കൊമ്പുകളിൽ കൂടിയായിരിക്കാം. അങ്ങനെ പല വിധത്തിൽ, അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ കൂടി, ചിലപ്പോൾ ഗവൺമെന്റിൽ കൂടി പോലുമൊക്കെ ശത്രു പലപ്പോഴും ദൈവജനത്തിനെതിരെ അവന്റെ കൊമ്പ് ഉയർത്തി എന്ന് വരാം. എന്നാൽ ദൈവ പൈതലേ, നീ അഭിഷേകത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ കൊമ്പ് ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും. ഒരഭിഷിക്തനെതിരായി ചിലപ്പോൾ സംഘടനകളിൽ നിന്ന്, അല്ലെങ്കിൽ അവനായിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ നിന്ന്, മതത്തിൽ നിന്ന്, നേതാക്കന്മാരിൽ നിന്ന് പോലും ശത്രു കൊമ്പുയർത്തി എന്ന് വരും. എന്നാൽ പേടിക്കേണ്ടതായ കാര്യമില്ല. അഭിഷേകമുള്ള ഒരു ദാവീദിനെ ആർക്കും പരാജയപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. ഗോലിയാത്തിന് പരാജയപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. ഒരിക്കൽ ശൗലിനോട് ദാവീദ് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് ഇസ്രായേലിൽ എല്ലാവരും ഭയന്നു നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ ഒരിക്കൽ എന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ആടുകളെ പിടിക്കേണ്ടതിന് വേണ്ടി ഒരു സിംഹവും കരടിയും പാഞ്ഞു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓടിച്ചെന്ന് അടിച്ച് അതിന്റെ വായിൽ നിന്ന് എന്റെ ആട്ടിൻകുട്ടികളെ രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നത്തേതിൽ അവ എന്റെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ താടിക്ക് പിടിച്ച് അവയെ അടിച്ചു കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നു എന്ന ഒരു സാക്ഷ്യം ദാവീദിന് ശൗലിനോട് പറയുവാനായിട്ട് ഉണ്ടായിരുന്നു. അതേ പ്രിയമുള്ളവരെ, നിനക്കെതിരെ ശത്രു അവന്റെ സകലവിധ തീയമ്പുകളുമായി കടന്നു വരുമ്പോൾ നീ നിന്നുകൊടുക്കുകയല്ലേ ആവശ്യം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, അഭിഷേകത്തിന്റെ ശക്തിയിൽ അവന്റെ കൊമ്പ് നിന്നെ കുത്തുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്റെ ശുശ്രൂഷയെ ഇല്ലായ്മ ചെയ്യുവാൻ, മുടിച്ചു കളയുവാൻ, നിന്റെ ഭവനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ തലമുറകളെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു അവന്റെ കൊമ്പ് ഉയർത്തുമ്പോൾ നീ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവന്റെ കൊമ്പിനെ വലിച്ചൂരുകയാണ് ആവശ്യം. അതെ, അങ്ങനെ അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ഉലകത്തിൽ ഒരു ശക്തിക്കും ഇല്ല, പാതാളത്തിലെ ഒരു ശക്തിക്കും തൊടുവാനായിട്ട് സാധ്യമല്ലെന്ന് നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചനമാകുന്ന ആ വാള് നമ്മോട് എന്നും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് ശത്രു ഒരു വിധത്തിലും നമ്മെ നശിപ്പിച്ചു കളയുവാൻ നിന്നുകൊടുക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി അവന്റെ കൊമ്പ് തകർക്കുകയത്രേ ആവശ്യം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രതികൂലങ്ങളിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി നീ കടന്നു പോകുമ്പോൾ ദൈവകുഞ്ഞെ അധൈര്യപ്പെടേണ്ട. നിനക്ക് വേണ്ടി അതേ കാൽവറി ക്രൂശിൽ ജയിച്ച് ജയാളിയായ ഒരു കർത്താവ്, ശത്രുവിന്റെ സകല അവന്റെ കൊമ്പുകളെയും തകർത്ത ഒരു കർത്താവ്, അവൻ ഉൽപ്രാവണം ചെയ്ത ഒരു കർത്താവ്, വീണ്ടും ഹല്ലേലൂയ നമ്മെ ആ പുനരുത്ഥാന ശരീരത്തോടുകൂടി ചേർക്കുവാൻ വരുന്ന ഒരരുമനാഥനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങി നിൽക്കാം. ആ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താഴുകില്ല, ഞാൻ വീഴുകില്ല, താഴാതെ